ഹലോ ഗൈസ്, ബോസ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരുടിക്കൻ്റെ എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഫ്രീ ഫയർ കളിക്കാൻ അറിയാത്ത അങ്ങനെയൊക്കെയുള്ള ഒരു മച്ചന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ഇറക്കുന്നത്. വെച്ചാൽ ഫ്രീ ഫയർ ആദ്യമായിട്ട് കളിക്കുന്നവർക്കും അങ്ങനെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത്. മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ കാണാം ഗൈസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സൗണ്ടും കാര്യങ്ങളൊക്കെ കുറച്ച് ഓവറായിട്ട് സൗണ്ടിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ വോയിസും കാര്യങ്ങളൊക്കെ കേൾക്കണം ഗൈസ്. ഓക്കെ, നേരെ മാണ്ടോ ഇപ്പോൾ ഇതാണ് നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടും ഗൂഗിൾ അക്കൗണ്ടോ അങ്ങനെ എന്താണ് എടുത്തിട്ട് ലോബിയിൽ വരും. അപ്പോൾ ലോബിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഇൻ്റർഫേസ് വരാം. അപ്പം നേരെ സ്റ്റാർട്ട് എന്നുണ്ടോ റൈറ്റ് സൈഡിൽ ഏറ്റവും അടിയിൽ സ്റ്റാർട്ട്, അതിൻ്റെ തൊട്ട് മുകളിലുണ്ടോ BR റാങ്ക്ഡ് എന്നും പറഞ്ഞാണ്. നിങ്ങൾക്കതാണല്ലോ ന്യൂബ് അക്കൗണ്ട് ആയതുകൊണ്ട് ഞാൻ ന്യൂബ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് വരാം ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ ന്യൂബ് അക്കൗണ്ടിൽ ലോഗിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ ന്യൂബ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും റൈറ്റ് സൈഡിൽ ഏറ്റവും അടിയിലാണെന്ന് ഈ സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഇതുണ്ടോ മഞ്ഞ കളറിൽ കത്തിക്കുന്ന, അത് നേരെ അതിൻ്റെ തൊട്ട് മുകളിലുണ്ടോ ബാറ്റർ റോയൽ ഇങ്ങനെയൊക്കെ അമർത്താനൊക്കെ പറ്റുന്നു. അപ്പം അത് നേരെ എടുക്കുക. അപ്പം നേരെ അടിയിൽ മറ്റേ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കത് അങ്ങനെ കയറാൻ പറ്റത്തില്ല, കാരണം കുറച്ചുകൂടി ലെവലൊക്കെ ആവണം. അപ്പം നേരെ ഇപ്പം നമുക്ക് തൽക്കാലം പഠിക്കാനായിട്ട് ഈ ലോൺ വോൾഫ് എന്നുള്ളതുണ്ടോ ഈ ഭാഗത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ 4 ഇതുണ്ട്. നമുക്ക് ഈ 4 സാധനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ മെയിനായിട്ട്. പിന്നെ കസ്റ്റം അങ്ങനെ ക്രാഫ്റ്റ് ലാൻഡ് അങ്ങനത്തെയൊക്കെയാണ് എടുക്കാൻ പറ്റുക. അപ്പോൾ നമുക്കിപ്പോൾ കളിച്ച് ട്രെയിനിങ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഈ ലോൺ വോൾഫ് എന്ന് പറഞ്ഞ സാധനം എടുക്കാൻ വീണ്ടും നമ്മൾ തിരിച്ച് ലോബിയിലേക്ക് തന്നെ വരും. അതൊന്നും വിഷയമാക്കണ്ടായിട്ടില്ല. നമുക്ക് നേരെ സ്റ്റാർട്ട് എന്നും പറഞ്ഞിട്ടുണ്ടാക്കാം. വേണ്ട വേറെ കാര്യമില്ല, മീറ്റപ്പ് അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നുണ്ട്. ഫ്രണ്ട് എന്തൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. യുവർ ഫ്രണ്ട് മിനിമം ലെവൽ വേണം ഗൈസ്. നമുക്ക് ഒട്ടും ലെവലില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ് ഗൈസ്. നമുക്കിപ്പോൾ എന്തിപ്പോൾ ചെയ്യപ്പാ തൽക്കാലം ഇപ്പോൾ നമുക്ക് ന്യൂബായിട്ട് കളിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ബാറ്റർ റോയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, മറ്റേ നമുക്ക് കളിക്കാൻ പറ്റത്തില്ല. ആദ്യമൊക്കെ പറ്റുമായിരുന്നു, ഇപ്പോൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പം അങ്ങനെ കളിക്കാൻ. അപ്പോൾ നേരെ വരുമ്പോൾ നമ്മുടെ ഇതാണ് ലോബി ആയിരിക്കും വരാം. നമുക്ക് ഫസ്റ്റ് തന്നെ നേരെ ഒന്ന് പ്ലെയിനിൽ നിന്ന് അടിക്ക് ഇറങ്ങാനായിട്ട് വെയിറ്റ്. ഓക്കെ, 30 മാപ്പ് ഇറങ്ങേണ്ടതെന്ന് വെച്ചാലേ ഇറങ്ങണ്ടോ റൈറ്റിൽ പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ മറ്റേ ഇറങ്ങുന്ന ഒരാളുടെ വേണം. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പിൻ്റെ ഒക്കെയാണ്. നമുക്ക് കുറേ മാപ്പുണ്ട്. സോളാറ മാപ്പുണ്ട്, ബർമുഡുണ്ട്, കലഹരി ഉണ്ട്, അങ്ങനെ കുറേ മാപ്പുകളൊക്കെ ഉണ്ട്. അപ്പം അതിൽ നമുക്ക് വരുന്ന മാപ്പ് ഏതാണോ ആ മാപ്പ് പോർഗട്ടറി ഉണ്ട്, അങ്ങനെ കുറേ മാപ്പുകളുണ്ട്. അപ്പോൾ ആ സ്ഥലമൊക്കെ നോക്കാവുന്നൊക്കെ ഒരു ഇതാണ്. അപ്പോൾ നേരെ നമ്മൾ ഇപ്പം ഇറങ്ങിയിട്ട് ഫസ്റ്റ് നമുക്കൊന്ന് നമ്മുടെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ പ്രീമിയം വെച്ചാൽ സെറ്റ് ആക്കേണ്ടത്. ആക്കാനായിട്ട് നമുക്ക് ലെവലുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിനൊക്കെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല നമ്മുടെ വീഡിയോ എല്ലാ അച്ഛന്മാർക്കും ഒക്കെ ട്രൈ ചെയ്യാവുന്ന നമ്മൾ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നമ്മൾ നേരെ ഒരു സ്ഥലത്തിരിക്കുക. എന്നിട്ട് നമുക്ക് മെയിനായിട്ട് അവിടെ സെൻസിറ്റിവിറ്റിയാണ് വേണ്ടത്. ഞാനിപ്പോൾ 200 ഇട്ടിരിക്കുന്നത്. ഓരോ ഫോണിന് ഓരോരോ ഇതായിട്ടാണ് വരാം. ഞാനിപ്പോൾ തൽക്കാലം 200 ഇട്ടത്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. 2GB റാം തുടങ്ങി 4GB റാം വരെയുള്ള പ്ലേയേഴ്സിന് ഒരു 160-70 ആ റേഞ്ചാണ് എപ്പോഴും പറ്റുക. ഓക്കെ, ഇതൊരു പ്രീമിയം സെൻസിങ് കാര്യങ്ങളൊന്നുമല്ല, നോർമലായിട്ട് കളിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ 6GB റാം തുടങ്ങിയിട്ട് 8GB റാം വരെയാണെങ്കിലും നിങ്ങൾക്കൊരു 165 വരെയൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 165, 150, 60 അല്ലെങ്കിൽ ഞാൻ 60 ഇട്ട് കാണിച്ചു തരാം ഗൈസ്. 70 ഇട്ടോ കുഴപ്പമില്ല. 70 ഇട്ട് നമ്മളിപ്പോൾ നമ്മുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഒരാളൊക്കെ കൊണ്ടിട്ട് നമുക്ക് ഇപ്പോൾ നല്ലൊരു ലോങ് റേഞ്ച് ഗൺസ് എന്നൊക്കെ പറയുന്നത് എടുക്കണം ഗൈസ്. അവിടെ ഇതാണ് നമുക്ക് പിന്നെ ഓരോ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടോ
ഈ ഓടുന്ന ആളുടെ പടം അത് അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഓടുന്നതായിരിക്കും. കണ്ടോ, നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് തന്നെ അമർത്തിയാൽ മതി. പിന്നെ ഇതാണ് നമ്മുടെ ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ നീങ്ങാവുന്നതാണ്. ഈ കാണുന്ന ലെഫ്റ്റിലും കാണുന്നുണ്ടോ. പിന്നെ അവിടെ ഒരു റൈറ്റിൽ, നമ്മുടെ റൈറ്റിലോ ലെഫ്റ്റിലൊക്കെ ആയിട്ട് ഒരു സാധനം കാണുന്നത് കണ്ടോ. എൻ്റെ ജോയ്സ്റ്റിക്കിൻ്റെ അപ്പുറത്ത് തന്നെയുള്ള ഒരു വലുത് കണ്ടോ, ഈ ഗ്ലൂ വാൾ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അതാണ് നമുക്ക് ഇപ്പോൾ ഒരു എനിമീസ് നമ്മൾ അടിക്കാമോ എന്ന് വിചാരിക്കുക ഗൈസ്. ഞാൻ ഇപ്പോൾ ഒരു എനിമി, ഇപ്പോൾ നമുക്ക് ഇതൊരു എനിമിയാണെന്ന് വിചാരിക്കുക ഗൈസ്. ഓക്കെ, ഇതൊരു എനിമിയാണെന്ന് വിചാരിക്കാം. ആ എനിമി നമ്മൾ അടിക്കാൻ വന്നു, നമ്മൾ നേരെ ഗ്ലൂ ഇട്ട് കഴിഞ്ഞാൽ ആ എനിമിക്ക് നമ്മൾ അടിക്കാൻ പറ്റില്ല. ഓക്കെ, നേരെ തിരിച്ച് നമുക്ക് നേരെ ഇറങ്ങിയിട്ട് നമുക്ക് ആ എനിമി അടിക്കാവുന്നതാണ്. പിന്നെ ഇതാണെങ്കിൽ ജമ്പ് ബട്ടനാണ്. കണ്ടോ റൈറ്റ് സൈഡിൽ കണ്ടോ, റൈറ്റ് സൈഡിലുള്ളൊരു ജമ്പിൻ്റെ ഒരു പടം. ഇത് ജമ്പ് ബട്ടനും ഇത് അതിൻ്റെ അടിയിൽ കാണുന്നതൊക്കെ സിറ്റിംഗ് ബട്ടനുമാണ്. ഓക്കെ, പിന്നെ മുകളിലാണെന്ന് ഈ ഗണ്ണിൻ്റെ ഒക്കെ ഒരു പടമുള്ള സാധനം കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ഗണ്ണൊക്കെ സ്വിച്ച് ചെയ്യാനൊക്കെ പറ്റിയിട്ട് നടത്തുകയാണ്. ഓക്കെ, ഇത് ഷോർട്ട് റേഞ്ച് ഗൺസിനും പിസ്റ്റൽ അങ്ങനത്തെ ഗണ്ണ് പറ്റണതാണ്. എനിമീസ് നമ്മൾ അടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, എനിമീസിന് നമ്മൾ അടിക്കാൻ പറ്റില്ല, നമുക്ക് അടിക്കാൻ പറ്റില്ല. നമുക്ക് അതിന് പുറത്തേക്ക് അടുത്ത നോക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ ബട്ടനാണ്. കണ്ടോ, ഇത് കണ്ടോ ബട്ടൺ. അത് നമ്മൾ മൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൊരു എനിമീസ് ഷോർട്ട് റേഞ്ച് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സിക്ക് പോലെ ഇങ്ങനെ ലോങ് റേഞ്ച് ആണെങ്കിൽ നെഞ്ചത്ത് വെച്ച് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് ലോങ് ആണ്. ഞാൻ നെഞ്ചത്തിൻ്റെ ആ ഭാഗമായിട്ട് ഇതിപ്പോൾ എനിമിയുടെ ചെസ്റ്റാന്ന് ആയിരിക്കും. നേരാണ്ട് കണക്ട് ആവുന്നതായിരിക്കും. ഇത് പറഞ്ഞ ഞാൻ പറഞ്ഞാൽ ഇത് നമുക്ക് ഉപകാരപ്പെടുന്ന എനിമി അത്രയ്ക്ക് റേഞ്ചിലേക്കാണെങ്കിൽ. ഓക്കെ, പിന്നെ ആണെങ്കിൽ നമ്മുടെ ഈ സാധനം കണ്ടില്ലേ, അടിയിൽ കാണുന്ന ഒരു മെഡിക്കിറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മെഡിക്കിന് അവിടെ ലൈഫ് കൂട്ടാനും കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ ക്യാരക്ടർ സ്കില്ല് എന്നൊക്കെ പറയുന്നത്. അത് സ്കില്ലാണ്. ഓക്കെ, ഓരോ ക്യാരക്ടറിന് ഓരോ സ്കില്ലുകളൊക്കെയാണ്. പിന്നെ ഇതാണ് എനർജിസ്റ്റ്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളാണ് കിട്ടാൻ. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇമോജിൻ്റെ പടം കണ്ടില്ലേ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഇമോട്ട് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഇമോട്ട് ടോപ്പപ്പ് ചെയ്തും പൈസ കൊടുത്തും അങ്ങനെ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഓരോ ഇവൻറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ. പിന്നെ ഇവിടെ ബാഗിൻ്റെ ഒരു സാധനം ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ അടിയിലായിട്ടുണ്ടാകുന്ന ഒരു സാധനമാണ് കണ്ടോ ബാഗ്. ഇതിലവിടെ സാധനങ്ങളൊക്കെ എന്തോരുണ്ടെന്ന് നമുക്ക് അറിയാനൊക്കെ പറ്റുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, പിന്നെ ആണെങ്കിൽ പിന്നെ അടിയിലുണ്ട് ഈ സാധനങ്ങളൊക്കെ. ഇതൊക്കെ നമ്മുടെ ഓരോരോ എനിമീസ് കൊടുക്കാനുള്ളതൊക്കെയാണ്. ഞാനിപ്പോൾ ഷോർട്ട് റേഞ്ച് ആണെങ്കിൽ അവിടെ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. എന്നാലും നമുക്ക് ഹെഡ്ഷോട്ട് നല്ല ഞാനിപ്പോൾ ഈ നൂബൊക്കെ കാരണം ഞാനിപ്പോൾ നൂബിനെ പോലെയാണ് കളിക്കുന്നത്. എനിക്ക് മനസ്സിലാവാനായിട്ടൊക്കെ ഇങ്ങനെ കളിക്കാമെന്ന് പറയാനായിട്ട്. പിന്നെയാണെങ്കിൽ അടുത്തത് വരുന്നതാണെങ്കിൽ ഈ മാപ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഒരു സെറ്റിങ്സിൻ്റെ ഒക്കെ ഒരുപാടായിട്ട്. അത് അമർത്തുമ്പോൾ നേരം ഹണ്ടെന്നും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഹണ്ടൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് കസ്റ്റം എന്നും പറഞ്ഞിട്ട് അതിൽ അമർത്തി കഴിഞ്ഞാൽ ഹണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. അത് ചേഞ്ച് ചെയ്യാം, ഇത് ചേഞ്ച് ചെയ്യാം, അങ്ങനെയൊക്കെ പലതും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മറ്റേ ചേഞ്ച് ചെയ്ത് ഞാനിപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെയൊക്കെ മാറ്റി കേസ്. ഓക്കെ, മാറ്റിയിട്ട് നമുക്ക് നേരെ ഇത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമാവുന്നത്. ഓക്കെ, കറക്റ്റാവും. വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നടുക്കുള്ള റീസ്റ്റാർട്ടിൻ്റെ ബട്ടൺ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ സെൻസിറ്റിവിറ്റി പിന്നെ ഇൻഫോർമേഷൻസ് എന്നൊക്കെ പറയുന്നത് ഡാമേജിൻ്റെ അത് ഡാമേജ് നമുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരും. ഒരു എനിമി ഇപ്പോൾ അടുത്ത് വരട്ടെ സ്ട്രീറ്റ് ആക്കുക ഗൈസ്. അവിടെ റിയലായിട്ട് കളിക്കുന്ന എനിമീസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതിനനുസരിച്ച് നോക്കാനായിട്ട് ഗൈസ്. ഓക്കെ, അതിൻ്റെ ബാക്കിൽ എനിമിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഡ്രാഗും കാര്യങ്ങളൊക്കെ ചെയ്യണം ഗൈസ്. ഇപ്പോൾ ഓരോ എനിമിയിലും നമുക്ക് എയിം നല്ലോണം കറക്റ്റാണ്. എയിം കിട്ടിയാൽ നമുക്ക് എത്ര പ്രോ പ്ലേസിനെയും വരെ അടിക്കാനൊക്കെ പറ്റുള്ളൂ. എയിമിന് പറ്റാൻ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ വേണം. അല്ലെങ്കിൽ ഒരു ഇപ്പം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെ ഇപ്പോൾ കണ്ടു. ഞാനിപ്പോൾ ഈ ഒരു എനിമിന് പഠിക്കാൻ പോവാണ്. മഞ്ഞ നിറത്തിലാണ് കാണുന്നത്. ഓക്കെ ഗൈസ്, ഇത് റിയൽ ആയിട്ടുള്ള ഒരു എനിമിയാണോ?
നമുക്ക് ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കി ഇതിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഒരു മഞ്ഞ നിറത്തിലുള്ള ഡാമേജാണ്. ഇപ്പോൾ ഈ ഇൻഫോർമേഷനിൽ പോയിടുന്നേരെ ഡാമേജ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അത് ന്യൂ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേസ്. ഓക്കെ, നേരെ എന്നിട്ട് അടിച്ചിട്ട് വെള്ള കളറാവും കേസ്. ഓക്കെ, അത് നിങ്ങൾ നോക്കാം. അതിനുശേഷമായിട്ട് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് ലോഞ്ചർ ഗണ്ണൊക്കെ കിട്ടും. ഇത് മെസ്സേജിൻ്റെ ഇതൊക്കെയാണ് പിന്നെ ഉള്ളത്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. വോളിയം കൂട്ടില്ല. എനിമീസ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അറിയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ളതാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ സെൻസിറ്റിവിറ്റി ഞാൻ പറഞ്ഞല്ലോ ഓരോരോ ഇതിനായിട്ട്. പിന്നെ അടുത്തതൊരു വെപ്പൺ ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് ഓട്ടോ പിക്കപ്പ്, പെട്ടെന്ന് അടുത്ത്. പിന്നെ ഫുൾ സ്റ്റെപ്പാണ് ഈ കണ്ടോ. ഫസ്റ്റ് തന്നെയുള്ള എനിമി അവിടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഫോൺ വൈബ്രേറ്റ് ആവും. ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, എനിമി ഒന്ന് എനങ്ങാട്ടെ കേസ്. എനിങ്ങാൽ വൈബ്രേറ്റ് ആവുള്ളൂ നമുക്ക്. കണ്ടോ കേസ്, വൈബ്രേറ്റ് ആവുന്നുണ്ട്. അതിപ്പോൾ എനിമീസും കാര്യങ്ങളൊക്കെ ഇറങ്ങണ കാരണമാണ്. പിന്നെ നമുക്ക് വൈബ്രേഷനിൽ ഇത് ഓഫ് ആക്കിയിട്ട് പിന്നെ ഗൺ ഷോട്ടിന് വൈബ്രേറ്റ് ആവും. നമുക്ക് ഫസ്റ്റ് ഹെൽത്താണ്. ഈ ബോട്ട് കണ്ടോ വൈബ്രേറ്റ് ആവുന്നുണ്ട് ഫോണ്. രണ്ടും വൈബ്രേറ്റ് ആവും കണ്ടോ. പിന്നെ നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഷൂട്ടിംഗ് വൈബ്രേറ്റ്, ടോക്കിംഗ് ഡാമേജ്, അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. ഡ്രോപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വൈബ്രേറ്റ് ആവും. എന്തെങ്കിലുമൊക്കെ ഡ്രോപ്പ് ചെയ്താലും അങ്ങനെ നിൽക്കും. പിന്നെ വീൽ വൈബ്രേഷൻ ആകുമ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഓടിക്കുമ്പോഴും ഡ്രൈവിങ് അതെല്ലാം ഫുൾ വൈബ്രേഷൻ്റെ ഇതാണ് അമ്മ. ഓക്കെ, ഇതൊക്കെയാണ്. നമുക്കിനിപ്പോൾ എനിമിനെ അങ്ങനെ കൊല്ലാൻ നോക്കാം. ഫസ്റ്റ് നമുക്കൊരു വെടി വെച്ചു, അത് റീക്കോയിലാണ്. ഇത് വെടി വെച്ചു, അത് പെക്ക റീക്കോയിലാണ് ഗൈസ്. ഓക്കെ, പിന്നെ നമ്മൾ സെൻസിറ്റീവ് കുറച്ച് നോക്കി ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് കണക്റ്റ് ആവാമെന്ന്. നമുക്കിങ്ങനെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഹെഡിക്കാനെ കണക്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഡ്രാഗും കാര്യങ്ങളൊക്കെ ചെയ്യണം ലോങ് റേഞ്ചിലേക്ക്. ഇപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ടൈമിനൊക്കെ ഇതാക്കിയാലേ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ പഠിക്കാന്നൊക്കെ വെച്ചാൽ ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ അടിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ വേറെ ഇറക്കും ഗൈസ്. കാരണം ഇപ്പം ആണെങ്കിൽ ഇതിലാണെങ്കിൽ ട്രെയിനിങ് കാര്യങ്ങളൊന്നും എടുക്കാമെന്ന് പറ്റില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പം ഇതാണ് ബാറ്റർ റോയൽ എന്ന് പറയാം. VR തന്നെ റാങ്കഡ് ഇല്ലാത്ത നോർമൽ വേർഷൻ എന്ന് പറയാം. ഇനി നമുക്ക് CS കളിക്കുന്ന ഒരു ഗെയിം പ്ലേ നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അതിൻ്റെ ഗെയിം പ്ലേ ഒക്കെ നമ്മൾ ബാക്ക് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് ബാറ്റർ റോയിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ ഗൈസ്, മറ്റേ ബാറ്റർ റോയിൽ വേറെ കാണിക്കാൻ പറ്റും. കണ്ടോ, അതിൽ നേരെ അതിൻ്റെ തൊട്ടടി കണ്ടോ കസ്റ്റത്തിൻ്റെ മേലെയുള്ള ക്ലാഷ് കോഡ് എന്നും പറഞ്ഞിട്ടുള്ള സാധനം കണ്ടില്ലേ, അത് നേരെ കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതായിരിക്കും. അതിൽ നമുക്ക് നേരെയൊക്കെ വിട്ടു കൊടുക്കാം, ഇൻഡു ചെയ്യാം. ഓക്കെ, നേരെ ഇങ്ങനെ ആയിരിക്കും വരാം. അതിനു മുന്നേ നമുക്ക് ക്യാരക്ടർ സ്കില്ലൊക്കെ ഇതാക്കണമെങ്കിൽ കണ്ടോ ഈ സ്റ്റാർട്ടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടോ 2 അങ്ങനെയൊക്കെ കുറേയൊക്കെ ഉണ്ടാവും കേസ്. നിങ്ങൾക്ക് വേറെ ഇതിലൊക്കെ ആയിരിക്കും ഉണ്ടാവും. ഒരു പെട്ടി പോലത്തെ ഒരു സാധനം കാണും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ നമ്മുടെ ക്യാരക്ടർ സ്കില്ലും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് കാണാൻ നല്ല ക്യാരക്ടറും ഒക്കെ ഇട്ടാൽ കേസ്. ഓക്കെ, ഒരു ആക്റ്റീവ് സ്കില്ലായിട്ട് ഇതാണ്. ഓക്കെ, നമുക്ക് ഓരോ സ്കില്ലുകളൊക്കെ ഇടുക. ഇത് നമ്മുടെ എയറോപ്ലെയിൻ എനിമീസിനെ ട്രാക്ക് ചെയ്ത് തരും. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, ഗെയിം പ്ലേ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമുക്ക് ടൈമും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, വേഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വേഗം കളി തീർക്കാം. അതിനുശേഷം നമുക്ക് വേറെ ലെവല് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് നേരെ പോയിട്ട് കളിക്കുക ഗൈസ്. കളിച്ചതിന് ശേഷം ഒന്ന് ലെവല് ഒരു 12 വരെയൊക്കെ ഇങ്ങനെ തന്നെ കളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഏത് ഇഷ്ടപ്പെട്ട ഗെയിം പ്ലേ എന്ന് വെച്ചാൽ ബാറ്റർ റോയലാണോ ക്ലാഷ് കോഡാണോ എന്താ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ കളിക്കാവുന്നതാണ് ഗൈസ്. ഓക്കെ, ഇഷ്ടമുള്ള ഗണ്ണ് ഇതിലെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാണിപ്പോൾ ഈ ഗണ്ണാണ് എടുക്കുന്നത് ഗൈസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നല്ല കാര്യം സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാനുണ്ട്. ഓക്കെ, ഈ ഒരു ഗെയിം പ്ലേയിലാണ് നമുക്ക് 1 ടാപ്പും കാര്യങ്ങളൊക്കെ അടിച്ച് കളിക്കാം. ഈ ക്ലാഷ് കോഡ് വരുമ്പോൾ ഫുൾ 200 ഇടുന്നൊക്കെയാണ് നല്ലത്. കാരണം ഫസ്റ്റ് ടൈം കളിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഇടുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ 200 ഇടുന്നത്. പെർഫെക്റ്റ് സെൻസിറ്റിവിറ്റി
takedown. എവിടെയാണ് ഗൈസ്? ഇവിടെ ഒരു എനിമി ഇപ്പം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് ഗൈസ്. ആക്ച്വലി ഇവിടെ എനിമി ഇപ്പം അതിൻ്റെ മുകളിലാണ് നമുക്ക് കാണുന്നത്. എനിമിനെ നമുക്ക് നേരെ വിട്ട് അടിച്ചിടാൻ പറ്റുവാണെങ്കിൽ നമുക്കൊരു ഈസൊക്കെ അടിച്ച് നമുക്ക് മാസമാണ് കയറുന്നത് ഗൈസ്. ഓക്കെ, എനിമീനെ നമുക്ക് എനിമി ഇപ്പോൾ സ്പോട്ട് ഉണ്ട്. നമുക്ക് ടീമേറ്റിൻ്റെ അവിടെയൊക്കെ കാണാൻ പറ്റും ഗൈസ്. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല, കളിച്ച് പഠിച്ചാൽ മതി ഗൈസ്. ഓക്കെ, അങ്ങനെ സുഖമായിട്ട് നമുക്ക് കളിയൊക്കെ തിരിക്കാന്നാണ്. പിന്നെ ഞാൻ ഈ ഫിംഗേഴ്സിലും കാര്യങ്ങളൊന്നും ഇട്ടില്ല. നിങ്ങൾക്കിപ്പോൾ വൺ ടാപ്പ് അടിക്കണോ ഗൈസ്? വൺ ടാപ്പ് അടി ഞാനിപ്പോൾ എൻ്റെ വൺ ടാപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഹെഡ്ഷോട്ട് അടിക്കാനൊക്കെ ഇതാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു ക്രിയേറ്റീവ് സെൻസിൻ്റെ ബോസ് സെൻസി എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ബോസ് സെൻസി. അപ്പോൾ ഈ സെൻസി നമുക്ക് വേണമെന്ന് വാങ്ങാൻ ഫ്രീ ആണ്. വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോയിൽ സെൻസി എന്ന് പറഞ്ഞ കമൻറ്റ് ഇടാം. ഈ വീഡിയോയ്ക്ക് ആണെങ്കിൽ ഒരു 50 ലൈക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ആ സെൻസി റിവീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നേരെ നമുക്ക് പോവാം. വൺ ടാപ്പ് അല്ല ഗൈസ് നമുക്ക് ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ വൺ ടാപ്പ് അടിച്ചു. ഓക്കെ, ഞാൻ അങ്ങനെ ബോഡി ഷോട്ട് അടിക്കുന്നില്ല. വൺ ടാപ്പ് എന്ന് പറയുന്നത് റെഡ് കളർ സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, ഒരു വൺ ടാപ്പ് നമുക്ക് പറയാൻ പറ്റില്ല, അത് ലാഗായിട്ടാണ് തീർച്ചയായിട്ടും. ാക്കൊണ്ട് അങ്ങനെ പ്രോപ്പറായിട്ട് ഹെഡൊന്നും കാര്യങ്ങളൊന്നും കണക്റ്റ് ആവത്തില്ല. ഓക്കെ, കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിൽ Double takedown. Triple takedown. പിന്നെ എനിക്ക് വൺ ടാപ്പ് അടിക്കുന്ന ട്യൂട്ടോറിയൽ വേണമെങ്കിൽ വൺ ടാപ്പ് എന്ന് പറഞ്ഞ കമൻറ്റ് ചെയ്താലും അല്ലെങ്കിൽ വൺ ടാപ്പ് അടിക്കുന്ന ട്യൂട്ടോറിയൽ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി വൺ ടാപ്പ് അടിക്കുന്ന ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ സിംഗിൾ വൺ ടാപ്പും കാര്യങ്ങളൊന്നും കയറാത്തതാണ്. ഇങ്ങനെ കളിക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളിക്കല്ലേ. മറ്റേതാണ് കൂടുതലും ബാറ്റർ കളിക്കാൻ ലെവലപ്പ്. ഓക്കെ, അപ്പോൾ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ പോവാൻ ആ സൗണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചിട്ടിരിക്കുകയാണ്. എനിക്കത് സൗണ്ട് ഉണ്ടാക്കും. ഒരു എനിമി കുറച്ചുള്ളവരില്ല ഗൈസ് ആക്ച്വലി. ഓക്കെ, നമുക്ക് വൺ ടാപ്പ് കാര്യങ്ങളൊക്കെ ട്രൈ ആണ്. പഠിച്ച് നമുക്ക് നല്ല ലൈഫ് കുറവാണെങ്കിൽ വേഗം ഹെഡടിച്ച് നമുക്ക് ലൈഫ് കൂട്ടാന്നാണ് ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ ഇപ്പോൾ ഒരു എനിമി ഇപ്പോൾ ലാഗ് അടിപ്പിക്കുകയാണ്. Double takedown. കാലിമയ്ക്കാണ് എയിം പോയത്. സീരിയസ് ആണ് നമ്മൾ വൺ ടാപ്പ് അല്ല ട്രൈ ചെയ്യുന്നത് കേസ്. ഓക്കെ, എനിമീസ് നമ്മുടെ ടീമേറ്റ്സിന് എനിമീസ് എവിടെ നിന്ന് ലൊക്കേഷൻ കൊടുക്കണമെങ്കിൽ വേഗം ഒരു ചോപ്പ് സാധനമാണ് അവനങ്ങനെ അടിച്ചിട്ടുണ്ടാവനെ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വൺ ടാപ്പ് അടിക്കാൻ പഠിക്കാൻ പറ്റുക. നമ്മുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് പോപ്പല്ലേ. അത് കാരണമാണ് ഗൈസ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത്. അതിന് ക്ഷമിക്കുക ഗൈസ്. ഓക്കെ, ഈ വീഡിയോ എത്തേണ്ടവർക്കൊക്കെ എത്തുന്നതാണ് എൻ്റെ ഒരു വിചാരം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു എളുപ്പമായിരിക്കും. പിന്നെ ലൈക്ക് അടിക്കാൻ സബ് ഒക്കെ ചെയ്യണം ഗൈസ്. എന്നാൽ നമുക്ക് ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ടൊരു സെൻസ് അല്ലെങ്കിൽ വൺ ടാപ്പിൻ്റെ ട്യൂട്ടോറിയലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വൺ ടാപ്പിൻ്റെ ട്യൂട്ടോറിയൽ വേണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടല്ലേ. വൺ ടാപ്പ് എന്ന് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇട്ടാൽ മതി ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സെൻസി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് 30 ലൈക്കും കിട്ടണം ഗൈസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായാലും സെൻസി നേരെ തീർച്ചയായും വൺ ടാപ്പ് എനിമീസിനൊന്നും കാണുന്നില്ല ഗൈസ്. ഓക്കെ,
ഗൈസ് ഫുള്ള് ലാഗാണ്. സീസാണ് റിവൈവ് ചെയ്യാൻ. Double takedown. ഹലോ Help me! അവിടെ റിവൈവും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എടാ ഇവൻ ചെയ്യോ ഓ ചെയ്യുന്നുണ്ട് ഗൈസ്. റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ 1 ടാപ്പിൻ്റെ ഇത് ട്രൈ ചെയ്തിരുന്നു. ഇവന്മാർ കുത്തിപ്പിടിക്കും. പിന്നെ എൻ്റെ ഫോണ് ഭയങ്കര ഹാങ്ങാണ് ഗൈസ്. നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. ഓക്കെ നേരെ ലോബിയിലേക്കും കാര്യങ്ങളൊക്കെ ബാക്ക് എന്ന് പറഞ്ഞൊരു വട്ടം വരും റൈറ്റ് സൈഡിൽ. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ നമുക്ക് അങ്ങനെ എല്ലാവരും ലോബിയിലേക്കും കാര്യങ്ങളൊക്കെ വരാം. പിന്നെ നമുക്കിപ്പോൾ കാണിക്കാനും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കൈസ്. ആക്ച്വലി ഓക്കെ നമുക്ക് ലെവലപ്പൊക്കെ ആയിട്ടുണ്ട്. ഗൺ സ്കിന്നും കോയിനും കാര്യങ്ങളൊക്കെ കിട്ടും കൈസ്. ഓക്കെ പിന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാണ്ട്. ഈ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ കണ്ട ഒരു മനുഷ്യൻ്റെ വടയൊക്കെ ആയിട്ടുള്ളൊരു അത് നേരെ പുറത്ത് നമ്മുടെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫ്രീ ഫയർ കളിക്കുന്നുണ്ടെങ്കിൽ അവരെ എനിക്ക് കൂട്ടാനൊക്കെ ആയിട്ടുള്ളൊരു ഇതാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവരൊക്കെ കാണിക്കുന്നതാണ്. ഇവിടെ എൻ്റെ കയ്യിൽ ആരും ഇല്ല. ഏറ്റവും ഇടയിലുണ്ട് കേസ് ആഡ് എന്നും പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ ഉണ്ട്. ഈ കാണുന്ന ഇതൊക്കെ ആഡ് എടുക്കുക. നേരെ ആഡ് എടുത്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ UID നിക് നെയിമോ ഫ്രീ ഫയർ ഇതൊക്കെ അടിച്ചാൽ മതി കേസ്. ഓക്കെ നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ അവർ പിന്നെ ഫ്രീ ഫയറിൽ തന്നെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും കേസ്. ഓക്കെ നേരെ ഇപ്പോൾ ഈ കാര്യത്തേക്ക് വരാം. നമുക്ക് നേരെ കണ്ടോ നിങ്ങളുടെ ഇതൊക്കെ എന്നിട്ട് ഇപ്പോൾ പറഞ്ഞുതരാനിപ്പോൾ നിങ്ങളുടെ UIDയും നിക് നെയിമും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനോ ഫ്രണ്ട്സിന് സെർച്ച് ചെയ്യാനോ അപ്പം എങ്ങനെ ഇതൊക്കെ നോക്കാം എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് എന്തായാലും വരുന്നതായിരിക്കും കേസ്. അങ്ങനെയാണെങ്കിൽ നേരെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒരു പ്രൊഫൈലിൻ്റെ പടം കാണും കേസ്. ഈ കാണുന്നത് ഞാനിപ്പോൾ ടാപ്പ് ചെയ്യുന്നത് അതവിടുത്തെ. അപ്പം ഇങ്ങനെ ഒരു ലോബി ആയിരിക്കും വരുന്നത്. ഇല്ല റൈറ്റ് സൈഡിലാണ്ടോ നിങ്ങളുടെ ക്യാരക്ടർ നിൽക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ബാറ്റർ റോയിലത്തെ റാങ്കും ക്ലാഷ് കൊടുത്ത റാങ്കൊക്കെയാണ്. അത് വിടുക ഗൈസ്. നമ്മുടെ നിക് നെയിമാണ് ഈ കാണുന്നത് കണ്ടോ. ഞാനിപ്പോൾ ഈ ടാപ്പ് ചെയ്യുന്നിടത്തുള്ളതാണ്. അതാണ് നിങ്ങളുടെ നിക് നെയിം. അതടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ അടിയിൽ ലൈക്കിൻ്റെ പടം കണ്ടു. ആ ലൈക്കിൻ്റെ അടിയിൽ തന്നെയുള്ള ഈ UID എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കണ്ടു. ഇതാണ് നിങ്ങളുടെ UID. ഇത് കോപ്പി ചെയ്തിട്ട് അടിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് കിട്ടുന്നതായിരിക്കും അവർക്ക്. അപ്പോൾ അവർക്ക് നിങ്ങളെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് നിങ്ങൾക്ക് അക്സെപ്റ്റ് ആക്കി കളിക്കാവുന്നതാണ് അവരെ കൂടെ. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം പുതിയൊരു കാണുന്നവരെ ഗൈസ്. അപ്പോൾ ബായ്.